ഹായ്, ഇന്ന് സൺഡേ മീൽ പ്രിപ്പ് വീഡിയോ ഉണ്ടല്ലോ. ബീട്രൂട്ട് തോരൻ, മീൻ കറി, മീൻ ഫ്രൈ, ചിക്കൻ കറി. ബീട്രൂട്ട് തോരൻ ഇട്ട് കുനുകുനെ ബീട്രൂട്ട്, കോക്കനട്ട് ആൻഡ് ഉള്ളി ഇട്ട് വഴറ്റിയെടുത്താൽ നല്ല ബീട്രൂട്ട് തോരൻ റെഡി. ഇനി തേങ്ങ അരച്ച മത്തിക്കറിയാണ്. മത്തിക്കറിക്ക് വേണ്ടി ഈ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇതൊക്കെ അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, മുരിങ്ങയ്ക്ക, മാങ്ങ എല്ലാം ഇട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മത്തി കഷ്ണങ്ങളെല്ലാം എടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് മത്തി കഷ്ണങ്ങളൊക്കെ വേവുന്നവരെ നല്ല തുറന്ന് വെച്ച് ആവിക്കൽ വേവിച്ചെടുക്കുക. നമ്മുടെ മുരുമുരുള്ള മത്തി ഫ്രൈ ആണ്. നല്ല അടിപൊളി മസാല പുരട്ടി വെച്ചേക്കുന്ന മത്തിയെല്ലാം എടുത്ത് നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കൻ ലെഗ്സാണ് എടുത്തേക്കുന്നത്. നല്ല അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊക്കെ വഴറ്റി നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ ഗോൾഡൻ കളർ നേരത്തേക്ക് മസാലപ്പൊടികളെല്ലാം ഇടണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് മസാലപ്പൊടികൾ. എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്ന വരെ. പച്ചമണം മാറിക്കഴിയുമ്പോൾ തക്കാളി ഇട്ട് ഇളക്കണം. തക്കാളീൻ്റെ പച്ചമണം മാറുന്നവരെ, റോ ടേസ്റ്റ് മാറുന്നവരെ വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഇളക്കി വെച്ച് ചിക്കൻ ഇതിലേക്കിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തുമ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അധികം വെള്ളം ഒഴിക്കൽ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച കറികളിലൊക്കെ വീണ്ടും കാണിച്ചാലോ. ചോറ്, മത്തി മുളകിട്ട് കറി ഉണ്ടാക്കിയതിന് കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട്. അതുകൊണ്ട് മത്തി മുളകിട്ട് കറി, നമ്മുടെ ചിക്കൻ കറി, പിന്നെ ഇതിൽ ഒരു രസം, ബീട്രൂട്ട് തോരൻ, നല്ല മുരുമുരുള്ള മത്തി ഫ്രൈയും നല്ല മീൻ കറിയും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ലഞ്ച്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.